വിശദമായ വാർത്തകളിലേക്ക്. തെരഞ്ഞെടുപ്പ് ആവേശം മുറുകുന്നു. കേരളത്തിൽ UDF ക്യാമ്പിന് ആവേശമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൽപ്പറ്റയിൽ ആയിരക്കണക്കിന് പ്രവർത്തകർ അണിനിരുന്ന റോഡ് ഷോയ്ക്ക് ശേഷമായിരുന്നു പത്രികാ സമർപ്പണം. സഹോദരിയും ACC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധിയും രാഹുലിനെ അനുഗമിച്ചു. മൂപ്പൈനാട് പ്രത്യേകം സജ്ജീകരിച്ച ഹെലിപ്പാഡിൽ രാഹുലും പ്രിയങ്കയും വന്നിറങ്ങി. തുടർന്ന് റോഡ് മാർഗം കൽപ്പറ്റയിലേക്ക്. പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്തു നിന്ന് 11:20 ആരംഭിച്ച റോഡ് ഷോ അവസാന പോയിന്റിലെത്താൻ 1 മണിക്കൂറിലധികം സമയമെടുത്തു. തുടർന്ന് കളക്ടറേറ്റിലേക്ക്. ഭരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറുടെ ചേംബറിലെത്തി രാഹുൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. റോഡ് ഷോയിലുടനീളം കോൺഗ്രസ് ദേശീയ സംസ്ഥാന നേതാക്കളും UDF ഘടകകക്ഷി നേതാക്കളും രാഹുലിനൊപ്പമുണ്ടായിരുന്നു. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ വയനാടിന്റെ എല്ലാ പ്രശ്നവും പരിഹരിക്കുമെന്ന് രാഹുൽ ഗാന്ധി. Just a few days back, I visited Wayanad when a tragedy had happened. Wild elephant had killed people in the constituency. And when we get a government in Kerala, both of which we will do, we will resolve these issues. കൽപ്പറ്റയിലെ മരവയൽ കോളനി സന്ദർശിച്ച രാഹുലിനെയും പ്രിയങ്കയെയും കണിക്കൊന്നു നൽകിയാണ് വോട്ടർമാർ സ്വീകരിച്ചത്. പരാതികൾ പറഞ്ഞ വോട്ടർമാരോട് പരിഹരിക്കുമെന്ന രാഹുലിന്റെ ഉറപ്പ്. കോൺഗ്രസ് പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അടങ്ങിയ കോൺഗ്രസ് ഗ്യാരണ്ടി കാർഡും വോട്ടർമാർക്ക് വിതരണം ചെയ്ത ശേഷമാണ് രാഹുൽ കൽപ്പറ്റയിൽ നിന്നും മടങ്ങിയത്. റിപ്പോർട്ടർ വയനാട്.